തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ അത്. ഇതിന് ബ്രെഡ്, പാല്, വിപ്പിംഗ് ക്രീം, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ബൂസ്റ്റുമാണ് വേണ്ടത് കേട്ടോ. വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ബൂസ്റ്റും പഞ്ചസാരയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ബൂസ്റ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബൂസ്റ്റ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ വല്ല ഫ്ലേവറും വേണമെന്നുണ്ടെങ്കിൽ അത് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ വിപ്പിംഗ് ക്രീം അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ബൗൾ കമഴ്ത്തിയാൽ പുറത്ത് പോവാത്ത രീതിയിൽ വേണം, അത്രയും തിക്കായിട്ട് വേണം ഈ വിപ്പിംഗ് ക്രീം ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിക്കുക. പാല് ഒരു പാക്കറ്റ് ബ്രെഡാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പാല് വേണം എന്തായാലും. ആ ഒരു പാക്കറ്റ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടാം. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ടേസ്റ്റിന് ഒരു കണ്ടൻസ്ഡ് മിൽക്ക്, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റും ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീമിൽ കൊടുത്ത സെയിം ഫ്ലേവർ തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സിലും ആഡ് ചെയ്യണം കേട്ടോ. മാറ്റി കൊടുക്കരുത്, രണ്ടിലും രണ്ട് തരം ആക്കരുത്, സെയിം ആയിരിക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത് ബ്രെഡ്. ഒരു പാക്കറ്റ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ആ അരികു ഭാഗം അതിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുതിരാത്ത പോലെ കിടക്കും. അതിനാണ് അരികൊക്കെ കട്ട് ചെയ്തിട്ട് നീറ്റാക്കി വെക്കുന്നത്. ഈ ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യട്ടോ. ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, പെട്ടെന്നൊന്നും കേടുവരില്ല. അങ്ങനെ ഈ വിപ്പിംഗ് ക്രീമും ബ്രെഡും പാലിൻ്റെ മിക്സും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് ട്രേ ആണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ആ ട്രേയിലേക്ക് നമ്മൾ ഓരോ ബ്രെഡും എടുത്തിട്ട് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നന്നായി കുതിർത്തണം. ഈ ബ്രെഡ് കുതിർത്തിയിട്ട് ഇങ്ങനെ അടക്കി വെച്ച് കൊടുക്കുക. ഈ ട്രേയിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് അടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് മുകളിലേക്കായിട്ട് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാതെ അത്യാവശ്യം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നട്ട്സാ ഫ്രൂട്ട്സാ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാനിവിടെ ഒന്നും ഇട്ടിട്ടില്ല. വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ബ്രെഡ് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് നിരത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് കവർ ചെയ്യുക. അതിന് മുകളിൽ ഞാനിവിടെ ബൂസ്റ്റ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഏതായാലും വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്.